നമ്മുടെ മറ്റു പ്രതിനിധികളിലേക്ക് കൂടി പോകുമ്പോൾ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് മാനസ മനോജ് കൂടി ചേരുന്നുണ്ട്. മാനസ, ഗുഡ് മോർണിംഗ്. വലിയ കാഴ്ച കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. മാനസ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ആറ്റുകാൽ പൊങ്കാല അല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും ആറ്റുകാൽ പൊങ്കാലയുടെ കാഴ്ചകളും ക്രമീകരണങ്ങളും ഒക്കെയും കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായും ഗവ്യ, ആറ്റുകാൽ പൊങ്കാല റിപ്പോർട്ടിംഗ് ഇത് ആദ്യമല്ല എങ്കിൽ കൂടിയും ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രത്തിൽ ഈ പൊങ്കാല ദിവസം ഞാൻ ആദ്യമായാണ് വരുന്നത്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൃശ്യങ്ങളിൽ കണ്ടറിഞ്ഞിട്ടുമുണ്ട് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നേരിട്ട് കാണുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഇവിടെ ഉണ്ടായിരുന്നു. അത്രത്തോളം ഭക്തജന സാന്ദ്രമായിരുന്നു ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരം. രാവിലെ ആയപ്പോഴും ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെയും നീണ്ട ക്യൂ തന്നെയാണ്. ഇത്തരത്തിൽ ദർശന സമയം നോക്കി ഭക്തർ അവരുടെ ദേവിയെ കാണാനായി കാത്തിരിക്കുന്ന നിമിഷം തന്നെയാണ് നമ്മൾ കണ്ടു വന്നതും. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. 6 മണി വരെയായിരുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് എത്തുക എന്ന് പറയുന്നത് ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണ്. മാനസ ആദ്യമായി ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണെങ്കിലും അവിടെ എത്തിയ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കൂ. തീർച്ചയായും ഞാൻ പ്രത്യേകിച്ച് മലബാറുകാരിയാണ്. ജില്ലകളിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല എന്നത് എനിക്ക് കേട്ട് കേൾവി മാത്രമാണ്. തീർച്ചയായും കേട്ടുകേൾവി മാത്രമായ ഒരു സംഭവം നേരിട്ട് കാണുമ്പോൾ അത് അത്രമേൽ ഇവിടുത്തെ ജനങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴും അവർ എത്രത്തോളമാണ് ഈ പൊങ്കാല മഹോത്സവം കൊണ്ടാടുന്നത് എന്നുള്ളതാണ്. കാരണം വ്രതം അനുഷ്ഠിച്ച് 10 നാൾ നീണ്ട ഈ വ്രതം അനുഷ്ഠിച്ച് അത്രമേൽ ദേവിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഒരുക്കുക എന്ന ആ ഒരു പൂർണ്ണ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് ഞാൻ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഈ അടുപ്പ് വെട്ടുന്നതിന് മുന്നേ ഉള്ള, അതായത് എന്തൊക്കെയാണോ ഇവർ നിവേദ്യമായി സമർപ്പിക്കുന്നത് അത് എല്ലാം തന്നെ ഒരുക്കി വെക്കുന്നത്, അതായത് അടുപ്പ് വെട്ടുന്നതിന് മുന്നേയുള്ള അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പാണ്. എല്ലാവരും തന്നെ അതിനായുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. ഈ കലങ്ങളിലെ ചന്ദനം, ഈ കളഭം ചാർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ കലങ്ങളിലും ഇത്തരത്തിൽ കളഭം ചാർത്തിയാണ് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുക. അത്രത്തോളം വ്രതശുദ്ധിയോടുകൂടി അനുഷ്ഠിച്ച ഇത്തരത്തിൽ നിവേദ്യ സമർപ്പണത്തിലേക്ക് എത്തുകയാണ്. ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ്. 10-15 കൂടി പണ്ടാരടുപ്പിൽ തീ പകരും. അതോടുകൂടി ഈ നിവേദ്യ സമർപ്പണത്തിനായുള്ള എല്ലാം ഒരുക്കാവുന്നതാണ്. ശേഷം 1:15 നിവേദ്യം. അതിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തജനങ്ങൾ ഉള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയും. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ചോദിക്കുമ്പോഴും എത്രയും പെട്ടെന്ന് ഈ നിവേദ്യ സമർപ്പണത്തിനായി കാത്തിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് തയ്യാറെടുപ്പാണ്. അതിന്റെ ഒരു അവസാന നിമിഷത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നെ പൊങ്കാല ഇടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ 2 ദിവസം മുന്നേ ഇവിടെ എത്തിയത്. ഇപ്പോഴേ ആളുകൾ നിറഞ്ഞിരിക്കുമല്ലോ. നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കല്ലുകളാണ് ഉണ്ടായിരുന്നത്. ആളൊന്നുമില്ല, കല്ലുകൾ അടുക്കി പേരെഴുതി വെച്ചിട്ട് അവർ പോകുന്നു. ഇന്നിപ്പോ എന്തൊക്കെയാ ദേവിക്ക് കൊടുക്കണേ? പായസം മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും ഇടാറുണ്ടോ? എല്ലാ വർഷവും ഇടാറുണ്ട്. 6 വർഷത്തോളമായി സ്ഥിരമായി ഇടാറുണ്ട്. കൂടെ വന്നതാണ് അമ്മയാണ്. ഞങ്ങൾ 5-6 വർഷം കൊണ്ട് ഇടുമായിരുന്നു. ഇപ്പോഴും അമ്മയുടെ മുമ്പിൽ തന്നെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം മുമ്പേ വന്ന് കല്ല് പിടിച്ച് പായസമാണ് ഇടുന്നത്. 10-15 അടുപ്പ് വെട്ട്. അതിനായുള്ള ഒരുക്കത്തിലാണല്ലേ? അതിനായുള്ള ചേച്ചി എവിടെ നിന്ന് വരിക? ഞാൻ പുയപ്പള്ളി. ഇപ്പം എത്തി ഇവിടെ? ഇന്ന് വെളുപ്പിനെ. എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. എല്ലാം ഇവിടെ നിന്നാണ്. ഇവിടെ ക്ഷേത്ര പരിസരത്ത് നാടോ ഇവിടെ? ആന്നാന്ന്. എത്ര വർഷമായി ഇടുക? ഇല്ല, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിടുന്നത്. എൻ്റെ കൊച്ചുനാളി അമ്മയുടെ കൂടെ വന്നിട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ഇടുന്നതിൻ്റെ എല്ലാവിധ സന്തോഷം. ഉണ്ട് തീർച്ചയായിട്ടും. ശരി. എന്നാൽ ഇതേപോലെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിക്കുമ്പോൾ മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ എത്തിയ ആളുകൾ ഇപ്പോൾ 2 ദിവസം മുൻപെയാണ് ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ളവർ എത്തി ഇവിടെ സ്ഥലം പിടിച്ചത്. അവരൊക്കെയും ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തി അവരുടെ സ്ഥലം ഉറപ്പാക്കിയൊക്കെയാണ് ഇത്തരത്തിൽ പൊങ്കാല സമർപ്പണത്തിനായി എത്താറുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആളുകൾ ഈ ക്ഷേത്ര പരിസരത്ത് അവരുടെ അമ്മയ്ക്ക്, അവർക്ക്, അതായത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നെ ഒരുക്കാനുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലൂടെ ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊട്ടാരക്കര, കൊല്ലം ജില്ല. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്? ഫസ്റ്റ് ടൈം
കൊറോണ ടൈമിൽ വീട്ടിലിട്ടായിരുന്നു. ആദ്യമായിട്ട് പൊങ്കാല ഇടുകയാണ്, എന്താണ് അത് അമ്മയുടെ അനുഗ്രഹം. എന്തൊക്കെയാ ദേവിക്കായി സമർപ്പിക്കുന്നത്? പായസം, കടും പായസം. അതിന്റെ ഒരുക്കാണല്ലേ? ചെറിയ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അതേ ഉള്ളൂ. എവിടുന്ന? ചെറുകുളം. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? ഞങ്ങൾ കോഴിക്കോട്. കോഴിക്കോട് നിന്ന് എപ്പോ എത്തി? ഞാൻ എത്തിക്കുന്നു. നല്ല ആളുകളുണ്ട്. ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ? ഞങ്ങൾ 2 കൊല്ലം ഇവിടെ തന്നെ ഇടുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം. 2 വർഷമായി തുടങ്ങി. അല്ല, 3 വർഷം ഇടുന്നു. പക്ഷേ 3 വർഷവും ഇവിടെ തന്നെയാ കിട്ടല്. എങ്ങനെയാ ഈ എന്തൊക്കെയാ കൊടുക്കണേ ദേവിക്ക്? ദേവിക്ക് ശർക്കരേന്റെ പായസം. ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെയും തന്നെ ക്ഷേത്ര പരിസരത്ത് എത്തിപ്പെടാറുണ്ട്, അല്ലെങ്കിൽ എത്താനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടാറുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രതികരണത്തിലും വ്യക്തമായി. കോഴിക്കോട് നിന്ന് വരെയുള്ള ആളുകൾ ഇതാ നമ്മൾ ദൃശ്യങ്ങൾ എടുക്കുന്നത് കണ്ട് ഭക്തജനങ്ങൾ തന്നെ അവരൊരുക്കിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരികയാണ്. അതാണ് ദൃശ്യങ്ങളിൽ. ഇതിപ്പോൾ തെരളിയാണല്ലേ ചേച്ചി? ഇതെന്താ നിവേദിയല്ലേ? തെരളിയപ്പം ദേവിക്ക് കൊടുക്കുന്നതാ. മണ്ടപ്പുറ്റ്, തെരളിയപ്പം, പിന്നെ അരിൻ്റെ പായസം, ശർക്കര പായസം. എവിടുന്നാ വരുന്നത്? കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് നിന്ന്. എത്ര വർഷമായി? ഞാൻ 14 വർഷമായി. 14ാമത്തെ വർഷമാണ് ഞാൻ വരുന്നത്. എൻ്റെ കൂടെ വരുന്നവരാണ് ഈ ലൈനിലുള്ള ആളുകൾ മുഴുവനും. ഇവിടുന്ന് ഇടാൻ പറ്റാറുണ്ട്? എല്ലാ വർഷവും ഇവിടെ. അപ്പുറത്തെ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്താണ് കിട്ടിയത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇട്ടത്. ഒരു വർഷം മാത്രം അപ്പുറത്തെ സൈഡിലിട്ടുണ്ട്. ഇത്തവണ ദേവിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇത്തവണ പ്രത്യേകമായിട്ടൊന്നും എന്താ, ഇത് തെരളിയപ്പം, മണ്ടപ്പുറ്റ്, ഇതൊക്കെ തന്നെ. പായസം. ഇത് മൊത്തം കോഴിക്കോട് ടീമാണ്. 20 പേര് ഞങ്ങളെ കൂടെ വന്നാണ്. പിന്നെ അപ്പുറത്തെ ഭാഗത്തുള്ളവർ കോഴിക്കോടുകാർ തന്നെയാണ്. അതൊക്കെ കോഴിക്കോട് ഉള്ള ആളുകളാണ്. ഒക്കെ ഞങ്ങളുടെ ടീമാണ്. ഞങ്ങൾ അങ്ങനെ ടീമായിട്ടാണ് വരാറ്. ഞങ്ങൾ മെനയാന്ന് വന്നതാ. 11-ാം തീയതി വൈകുന്നേരം ഇവിടെ എത്തി. എന്നിട്ട് ഇന്നലെ കന്യാകുമാരിയൊക്കെ പോയി, അവിടെ വിവേകാനന്ദ പാറയൊക്കെ പോയി. അങ്ങനെയൊക്കെ വന്ന് പത്മനാഭസ്വാമീനെ കണ്ടു, പഴവങ്ങാടി പോയി തൊഴുതു, ഒക്കെ ചെയ്തു. തീർച്ചയായും അവരുടെ സന്തോഷം ആ മുഖത്ത് തന്നെയുണ്ട്. 14 വർഷമായി കോഴിക്കോട് നിന്നുള്ള ടീമാണത്. ആ ടീമായി തന്നെ വന്നാണ് അവർ അമ്പലത്തിൽ ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കാറുള്ളത് എന്നുള്ളതാണ്. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കാവ്യ, ഇത്തരത്തിൽ ടീമായി വരുമ്പോൾ അതൊരു ആഘോഷ യാത്ര തന്നെ. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് മാനസയോട് സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് നിന്ന് എത്തുക എന്ന് പറയുന്നത് അവർക്കിവിടെ എത്തുമ്പോൾ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്, പോകാൻ ഒരുപാട് ഇടങ്ങളുണ്ട്. അവിടെ ഒക്കെയും എത്തിയിട്ടുണ്ട്. ആഘോഷമായി തന്നെയാണ് ഈ പൊങ്കാല അവർ കൊണ്ടാടുന്നത്. വലിയ സന്തോഷം ആ വാക്കുകളിലൊക്കെയും കാണാൻ കഴിയുന്നു മാനസ. തീർച്ചയായും അത് തന്നെയാണ്. രാവിലെ നമ്മളിവിടെ എത്തുമ്പോഴും ഈ ഭക്തജനങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ വളരെ ഒരു പോസിറ്റീവുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം അത്രമേൽ ശാന്തതയും സമാധാനവും നിറഞ്ഞ, അതോടൊപ്പം തന്നെ നല്ലൊരു ദിവസമാണ് ഇന്ന്. ഈ ആറ്റുകാൽ ദേവിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് നിവേദ്യമായി അർപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതിൻ്റെ എല്ലാവിധ സന്തോഷവും ഇവരുടെ മുഖത്ത് ഉണ്ടാകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയ കുടിവെള്ള വിതരണവുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെയും നമ്മൾ സൂചിപ്പിച്ചു, ഇത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചൂടാണ്, കാലാവസ്ഥ വളരെ മോശമായി വരികയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം കുടിക്കണമെന്ന നിർദ്ദേശമൊക്കെയും ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലായി, അതായത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും പൊങ്കാല
സമർപ്പണമുണ്ട്. അതുപോലെ തന്നെ ഈ ഭക്തജനങ്ങൾക്ക് അവർക്ക് കുടിക്കാൻ ആവശ്യമായ എല്ലാ അത്രയും വെള്ളം ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി ശുചിത്വ മിഷൻ, വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ വകുപ്പിൻ്റെയും ഏകോപനം കൂടിയാണ് ഇത്തരത്തിൽ പൊങ്കാല മഹോത്സവം ഇത്തവണ ഭക്തജനങ്ങൾക്കുള്ള കുടിവെള്ളം അവർ നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ക്യൂവിലൊക്കെയും നിന്ന ആളുകൾക്ക് വളരെ മണിക്കൂറുകൾ നീണ്ട ക്യൂ ആയിരുന്നു ദർശനത്തിനായി നിന്നത്. അവർക്കൊക്കെയും തന്നെ നിന്ന സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് ഇത്തരത്തിൽ വെള്ളം ഇവിടെ വന്ന് വാങ്ങിക്കാം ആളുകൾക്ക്. ഇനി ഒരു പക്ഷേ അത്തരത്തിൽ വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ സ്വന്തം കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം കരുതണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പൊങ്കാലയിടുന്ന ജനങ്ങളോട് പറയാനുള്ളതാണ്, ഇത്തരത്തിൽ തീ, അതായത് അടുപ്പ് വെട്ടുന്നതോടുകൂടി എല്ലാ പൊങ്കാല അടുപ്പുകളിലും തീ പകരും. ഈ തീ പകരുമ്പോൾ അടുത്തടുത്തായാണ് അടുപ്പ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീ പിടിക്കാനുള്ള ഒരു സാഹചര്യം അത് കണക്കിലെടുത്ത് അപകട സാധ്യത മുൻനിർത്തി ഇത്തരത്തിൽ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് പൂർണ്ണമായും വളരെ ശ്രദ്ധയോടെ മാത്രമായിരിക്കണം, സുരക്ഷിതത്വം ഉറപ്പാക്കി മാത്രമായിരിക്കണം ഇത്തരത്തിൽ പൊങ്കാല സമർപ്പണം, ഈ അടുപ്പ് തീയുമായുള്ള ഉപയോഗം എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനായി നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ കോട്ടൺ വസ്ത്രങ്ങളൊക്കെയും തന്നെ ധരിക്കണം എന്നുള്ളത്. ഏതായാലും നമുക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാവ്യ 9:30 ഈ അടുപ്പ് വെട്ട് ചടങ്ങ് ആരംഭിക്കും. ഒപ്പം തന്നെ 10:15 പണ്ടാരയടുപ്പിൽ തീ പകരുന്നതോടുകൂടി എല്ലാ അടുപ്പുകളിലും തീയെത്തി നഗരപ്രദേശം മൊത്തം തന്നെ ഈ പൊങ്കാല സമർപ്പണത്തിനായി ഒരുങ്ങും. കാവ്യ. ശരി മാനസ, തുടരുക. മാനസയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഇപ്പോൾ